നമസ്കാരം. പ്രധാന വാർത്തകൾ. വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം തടസ്സമാവരുതെന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. പ്രതിസന്ധികൾക്കിടയിലും വികസന രംഗത്ത് സംസ്ഥാനം മുന്നേറ്റമുണ്ടാക്കിയെന്നും സ്പീക്കർ. ഒറ്റപ്പാലത്ത് പട്ടാപ്പകൽ കവർച്ച. തമിഴ് കുടുംബത്തിന്റെ വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണവും 42,000 രൂപയും കവർന്നു. വീട്ടുകാർ പുറത്തുപോയ സമയത്താണ് മോഷണം. വിദേശത്തു നിന്ന് തിരിച്ചുവരുന്നവരെ കൂടി നോർക്ക പ്രവാസി കെയർ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് കേരള പ്രവാസി ലീഗ് സംസ്ഥാന കമ്മിറ്റി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രവാസികൾക്ക് വോട്ടവകാശത്തിനായി നിയമസഭ വീണ്ടും ഇടപെടണമെന്നും നേതാക്കൾ. കോട്ടോപ്പാടം പഞ്ചായത്തിലെ തിരുവിഴാംകുന്ന് കാപ്പുപറമ്പ് പ്രദേശത്തെ PMAY ഗുണഭോക്താക്കൾക്ക് 2ാം ഗഡു ലഭിച്ചില്ലെന്നാരോപിച്ച് പ്രതിഷേധം. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പഴയ വീട് പൊളിച്ചതിനാൽ ദുരിതത്തിലാണ് കഴിയുന്നതെന്ന് കുടുംബങ്ങൾ. നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം. ചെർപ്പളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ സംഗീതോത്സവത്തിന് അരങ്ങുണർന്നു. വാർത്തകൾ വിശദമായി. വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം തടസ്സമാവരുതെന്നും നാടിന്റെ നന്മയ്ക്കായി എല്ലാവരും ഒരുമിക്കണമെന്നും നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന വികസന സദസ്സുകളുടെ ജില്ലാതല ഉദ്ഘാടനം വിളയൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ രാഷ്ട്രീയമുണ്ടാവും. എന്നാൽ അത് കഴിഞ്ഞാൽ നാടിൻ്റെ വികസനമാകണം രാഷ്ട്രീയത്തിന് അതീതമായി ഉണ്ടാകേണ്ടത്. സംസ്ഥാനത്ത് 10 വർഷത്തിനുള്ളിൽ വലിയ മാറ്റമാണ് സംഭവിച്ചത്. പ്രതിസന്ധികൾക്കിടയിലും സർക്കാർ മുന്നോട്ടു പോയി. സംസ്ഥാനത്തിന് നൽകേണ്ട ന്യായമായ വിഹിതം പോലും നിഷേധിക്കുന്ന സമീപനമാണ് ഈ ഘട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്നും സ്പീക്കർ കുറ്റപ്പെടുത്തി. നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടത് ജനങ്ങളാണെന്നും സ്പീക്കർ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലം കേരളം അതിവേഗം വളർന്ന് മുന്നോട്ട് പോയി എന്നുള്ള അഭിമാനത്തോടെ പറയുന്നത് സാധിക്കും. ഇവിടെ പട്ടാമ്പി വളരണം, കാരണം സ്വാഭാവികമായും കേരളം ആകെ വളരണമെങ്കിൽ പട്ടാമ്പി വളരണം. വികസനത്തിൽ രാഷ്ട്രീയമില്ല, രാഷ്ട്രീയം ഇനി വരും. ഇനിയിപ്പോൾ 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ കയറി വന്നാൽ ഒക്ടോബർ മാസം 10 അല്ലെങ്കിൽ നവംബർ മാസം ആദ്യം നിയമസഭ സുതല മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അന്നേരം നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് കുറ്റം പറയാം. അത് കഴിഞ്ഞാൽ പുതിയ ഭരണസമിതി വന്നാൽ വികസനം ഒരു പഞ്ചായത്തിനകത്ത് നടക്കണമെങ്കിൽ അവിടെ രാഷ്ട്രീയമായ പാരവ്യമുണ്ടാകുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് വിമർശിക്കാം, വിയോജിപ്പിൽ ഏർപ്പെടുത്താം. അതിനപ്പുറത്ത് വികസനത്തിന്റെ കാര്യത്തിൽ യോജിച്ചു നിൽക്കാൻ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു നാട്ടിലെ ജനങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ ആ നാട്ടിൽ വികസനം നടക്കണം. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവരും നല്ല രീതിയിൽ യോജിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും എല്ലാം നിങ്ങൾക്ക് മംഗളോത്തരം പാടി അവർ മത്സരിക്കാൻ സാധിക്കുന്നത്. മാലിന്യ സംസ്കരണമാണ് പഞ്ചായത്തുകൾ നേരിടുന്ന വെല്ലുവിളി. മാലിന്യം പൊതുയിടങ്ങളിലേക്ക് വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നിലപാടുകളെടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കഴിയണമെന്നും സ്പീക്കർ ഓർമ്മപ്പെടുത്തി. വിളയൂർ പഞ്ചായത്ത് നടപ്പാക്കുന്ന വിളയോളം സ്വരാജ് മഹോത്സവത്തിന്റെ ഉദ്ഘാടനവും സ്പീക്കർ നിർവഹിച്ചു. മുഹമ്മദ് മൂസിൻ MLA അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, വൈസ് പ്രസിഡന്റ് KP നൌഫൽ, പിന്നോക്കക്ഷേമ കമ്മീഷൻ അംഗം സുബൈദ ഇസാഖ്, A ഷാബിറ, KS സരിത, AK ഉണ്ണികൃഷ്ണൻ, രാജീവ് മണികണ്ഠൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് നടപ്പാക്കിയ വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനവും വികസന ചർച്ചയും പ്രദർശനവും സദസ്സിൽ നടന്നു. ഒറ്റപ്പാലത്ത് തമിഴ് കുടുംബത്തിന്റെ വീട്ടിൽ നിന്ന് പട്ടാപ്പകൽ സ്വർണവും പണവും കവർന്നു. റെയിൽവേ മേൽപ്പാലത്തിന് സമീപം നാലകത്ത് ആനന്ദിയുടെ വീട് കുത്തിത്തുറന്നാണ് 2 പവൻ സ്വർണവും 42,000 രൂപയും കവർന്നത്. രാവിലെ 8:30യോടെ ആനന്ദി വീട് പൂട്ടി പുഴയിലേക്ക് കുളിക്കാൻ പോയ ഘട്ടത്തിലായിരുന്നു മോഷണം. വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തിത്തുറന്ന നിലയിലാണ്. അലമാരയിലെ ലോക്കറിലായിരുന്നു പണവും സ്വർണവും. പൂട്ടിയിട്ടിരുന്ന ലോക്കർ മടവാൾ ഉപയോഗിച്ച് കുത്തിത്തുറന്നാണ് സ്വർണമാലയും പണവും കൊണ്ടുപോയത്. 9:30യോടെ ആനന്ദി തിരിച്ചെത്തിയപ്പോഴാണ് വാതിൽ തുറന്നിട്ട നിലയിൽ കണ്ടത്. 8:30 കുളിക്കാൻ പോയിട്ട് അങ്ങ് വരുമ്പോൾ ഏട്ടൻ അവിടെ വന്ന് വാതിൽ പൊളിഞ്ഞ് കിടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓടി വന്ന് നോക്കുമ്പോൾ ഈ ലോക്കർ തുറന്ന് നോക്കുമ്പോൾ അപ്പോൾ കരഞ്ഞ് വിളിച്ച് അപ്പുറം പോലീസിനൊക്കെ വിളിച്ച് അവരൊക്കെ വന്ന് നോക്കി.
അപ്പോൾ ഇപ്പോൾ പോയി പരാതിയും കൊടുത്തിട്ടുണ്ട്. 2 പവൻ സ്വർണം 42,000 പൈസ. വീടിനുള്ളിലെ മറ്റൊരു അലമാരയിലെയും സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ട നിലയിലായിരുന്നു. പുതിയ വീടിന്റെ പണി തുടങ്ങാനായി ബാങ്കിൽ പണയപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് 10 ദിവസം മുമ്പ് പൊള്ളാച്ചിയിലെ മകളുടെ ആഭരണം ഇവിടേക്ക് കൊണ്ടുവന്നത്. പണവും വീട് നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്നതാണ്. കഴിഞ്ഞ 40 വർഷത്തോളമായി ആനന്ദി ഒറ്റപ്പാലത്താണ് താമസം. മകൻ കോഴിക്കോട്ടാണ് ജോലി ചെയ്യുന്നത്. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. കോട്ടപ്പാടം പഞ്ചായത്തിലെ തിരുവിഴാംകുന്ന് കാപ്പുപറമ്പ് പ്രദേശത്തെ PMAY ഗുണഭോക്താക്കൾ 2ാം ഗഡു ലഭിച്ചില്ലെന്നാരോപിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. 2ാം ഗഡു ലഭിക്കുന്ന കാര്യത്തിൽ തീരുമാനമാകാതെ തിരിച്ചുപോകില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. പ്രതിഷേധക്കാരിൽ ട്യൂബ് വഴി ഭക്ഷണം കഴിക്കേണ്ടുന്ന ക്യാൻസർ രോഗിയും ഉണ്ടായിരുന്നു. പിന്നെ ചുമര് കെട്ടിയിട്ടിരിക്കണു, ചുമര് വീണാലും അവരറിയില്ല എന്നാ പറഞ്ഞത്. ഞങ്ങൾ ഇങ്ങനെ കടവും കള്ളിയും വാങ്ങിയിട്ട് ഒരാളെ പണ്ടങ്ങൾ വാങ്ങി വെച്ചിട്ടും ഒക്കെയാണ് ചുമര് കെട്ടിയിട്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഗിൻഡൽ വരെ പടുത്തിട്ടുണ്ട്. ഇനി അവിടുന്നാണ് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു നിവർത്തിയില്ല. കണ്ണി കണ്ടോന്റെ പണ്ടം മുഴുവൻ ബാങ്കിലാണ് കിടക്കുന്നത്. ഉറങ്ങിയിട്ട് 7 മാസമായി ശരിക്കും മനസ്സ് കഴിഞ്ഞ് ഉറങ്ങി. ഇവരിപ്പോൾ ആദ്യം ഞങ്ങൾ ഇവിടെ വന്നു കണ്ട് ഇയാളെ കണ്ടപ്പോൾ പിന്നെ 4 ദിവസം കൊണ്ട് 8 ദിവസം കൊണ്ട് കുത്തിയതാണ്. എന്നിട്ട് ഞങ്ങൾ പോയി. എന്നിട്ട് അയാളെ അപ്പോഴേക്ക് മാറ്റം പോയി. അയാളെ മാറ്റിച്ചു രാഷ്ട്രീയ കളിയാണത്. ഇതിപ്പോൾ രാഷ്ട്രീയം കളിച്ചാണ്. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ കോട്ടപ്പാടത്ത് പോയി. ഞങ്ങളെ പഞ്ചായത്തിൽ പോയി. പഞ്ചായത്തിൽ ചെന്നപ്പോഴും പറഞ്ഞത് 4 ദിവസം കൊണ്ട് നിങ്ങൾ ശരിയായിട്ട് തരാം. അപ്പോൾ അവിടുന്ന് കുറച്ച് മെമ്പർമാർ പറഞ്ഞു 1ാം ഗഡു കൊടുക്കാതെ 2ാം ഗഡു കൊടുക്കാൻ പാടില്ല. അവിടെ ഉണ്ടായിരുന്ന 25 ലക്ഷം റുപ്യ ഉണ്ടായിരുന്നു. അതിൻ്റെ 21 റുപ്യ കൊണ്ട് ഓരോ 1ാം ഗഡു കൊടുത്തു. ഞങ്ങളെ വധിച്ചു. അപ്പോഴും ഞങ്ങൾ തരാറുണ്ട്, ഞങ്ങളെ മടക്കി വിട്ടു. 10 കുടുംബങ്ങളാണ് വീട് നിർമ്മാണത്തിനുള്ള 2ാം ഗഡു ലഭിക്കാതെ ദുരിതം അനുഭവിക്കുന്നത്. ആദ്യ ഗഡുവായ 50,000 രൂപ ലഭിച്ചിട്ട് 7 മാസം പിന്നിട്ടു. ആദ്യ ഗഡു ലഭിച്ചയുടൻ പഴയ വീട് പൊളിച്ച് പുതിയ വീട് നിർമ്മാണം തുടങ്ങി. സമീപത്ത് ഷെഡ് കെട്ടിയാണ് പല കുടുംബങ്ങളും കഴിയുന്നത്. കുടിലിന് സമാനമായ ഷെഡുകളിൽ കുട്ടികൾ ഉൾപ്പെടെ 5ഉം 7ഉം അംഗങ്ങളാണ് താമസിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഓണത്തിന് മുമ്പ് 2ാം ഗഡു നൽകാനുള്ള തുക കോട്ടപ്പാടം പഞ്ചായത്തിലേക്ക് അയച്ചിരുന്നു. എന്നാൽ വിഇഒയുടെ ഇടപെടൽ മൂലം തുക വീണ്ടും തിരിച്ചയക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായതെന്ന് ഗുണഭോക്താക്കൾ പറഞ്ഞു. ഒരു പേര് പൊളിച്ചാൽ മറന്ന പണ്ട് ഇവിടെ വന്ന് കിടക്കണം, നിങ്ങൾ വേഗം പൊളിച്ചോളി, ഇത്രാമത്തെ ദിവസം 1ാം ഗഡു അയച്ചേക്കുന്നതാണ് പറഞ്ഞ മാതിരിക്ക് 1ാം ഗഡു പെട്ടെന്ന് കിട്ടി. 1ാം ഗഡു പെട്ടെന്ന് കിട്ടി. ഇപ്പോഴത്തെ സെക്രട്ടറി അന്ന് വേറെ ഒരു പെണ്ണയാണ്. അതിൽ അത് കിട്ടി. അങ്ങനെ പെര പൊളിച്ചു, ഇരിക്കണ പെര പൊളിച്ചു, തറ ഇട്ടു, വിറ്റ് വാർത്തിട്ട് ഫോട്ടോ ഇട്ട് കൊടുത്തു. എന്നിട്ടിപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് കടം വാങ്ങിക്കാണ്ട് കിൻഡൽ വരെ പണിയിട്ടു. ഇപ്പോൾ കിട്ടാൻ പറ്റില്ല, 2ാം ഗഡു കിട്ടാൻ പറ്റില്ല. അങ്ങനെ കത്തുന്ന കുടുംബങ്ങളൊക്കെ ഞങ്ങളൊക്കെ കൂലിപ്പണി എടുത്തിട്ടാണ്. എനിക്കൊരു മകനുള്ളൂ, കൂലിപ്പണി എടുത്തിട്ടാണ് കാറ്റുന്നത്. എനിക്കൊന്നിനും പോകാനും പറ്റും. ഇപ്പോൾ കടം വാങ്ങിയിട്ട് ഞങ്ങൾ 3-4 ലക്ഷം റുപ്യൻ്റെ അടുത്ത് അതിൽ മുകളിൽ ചിലവാക്കിയിട്ടുണ്ട്. ഇവർക്ക് കിട്ടുമ്പോൾ ഇനി കടം വാങ്ങാൻ കഴിയില്ല. ഇവർക്ക് കിട്ടുമ്പോൾ ഇതിൻ്റെ ആരെങ്കിലും കടം വാങ്ങാൻ തരാം. ഒരാളോട് ചോദിച്ചാൽ പറഞ്ഞ അവധിക്ക് നമ്മൾ കൊടുക്കണ്ടേ? നാട്ടിൽ നിന്ന് കിട്ടും നമുക്ക്. പക്ഷേ ആ പറഞ്ഞ അവധിക്ക് കൊടുക്കണ്ടേ? ഞങ്ങൾക്ക് വിറ്റ് കൊടുക്കണമെന്നില്ല. ഈ ആവശ്യവുമായി പലതവണ ബ്ലോക്കിൽ വന്നിരുന്നു. മുൻപത്തെ ബ്ലോക്ക് സെക്രട്ടറി പണം ഉടൻ അയക്കാമെന്ന് അറിയിക്കുകയും അയക്കുകയും ചെയ്തു. ജനങ്ങളെ ദ്രോഹിക്കുന്ന സമീപനമാണ് കോട്ടപ്പാടം വിഇഒ സ്വീകരിക്കുന്നത്. ഇത് തുടർന്ന് ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് പൊതുപ്രവർത്തനായ ഷിഹാബ് പറഞ്ഞു. ഫസ്റ്റ് ഗഡു കിട്ടി, മറ്റേത് 7 മാസമായി ഇതിൻ്റെ പിന്നാലെ നടക്കുന്നു. ഇവിടുന്ന് ബ്ലോക്കിൽ നിന്ന് മുന്നത്തെ സെക്രട്ടറി ഒറ്റ ദിവസം കൊണ്ട് ഇത് പഞ്ചായത്ത് വിട്ടു. പഞ്ചായത്ത് വിഇഒ സെക്രട്ടറി അറിയാതെ തിരിച്ചിങ്ങോട്ട് തന്നെ വിട്ടു എന്നാണ് സെക്രട്ടറിയും വിഇഒയും ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞത്. അത് തിരിച്ചങ്ങോട്ട് തന്നെ വിടാൻ വിഇഒനോട് പറഞ്ഞാണ്. വിഇഒ അപ്പോൾ രാഷ്ട്രീയക്കാരേക്കായും കുറച്ച് കളിച്ചുകൊണ്ട് ഈ പാവങ്ങളെ നിരന്തരം ബുദ്ധിമുട്ടിക്കാറുള്ള വിഇഒൻ്റെ പ്രശ്നമാണ്. വിഇഒ ഈ കോലത്തിൽ കോട്ടപ്പാടം പഞ്ചായത്തിൽ ഇത് തുടർന്നാൽ വിഇഒനോട് ഒന്ന് ഞങ്ങൾ പറയുന്നുണ്ട്, കോട്ടപ്പാടം പഞ്ചായത്തിൽ വിഇഒക്ക് തുടരാൻ കഴിയൂല. അതിന് എന്തെന്നെ വന്നാൽ ആ ഓഫീസ് ഞങ്ങൾ തുറക്കാൻ പറ്റാത്ത പോലെ ആക്കിത്തരും. അപ്പോൾ അത്രയും കളി വിഇഒ നിർത്തിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറം തീർച്ചയായിട്ടും ഞങ്ങൾ പറയുന്നു, ചാണകവെള്ളം തലയിൽ ഒഴിക്കേണ്ട പണി വിഇഒ എടുക്കുകയാണെങ്കിൽ അതിന് തയ്യാറായിരിക്കും. വിഇഒക്ക് ഒരു കുട്ടികളും കുടുംബമുണ്ടെന്ന് കരുതിയിട്ടാണ് ഇത്രയും ക്ഷമിച്ച് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഈ പണിയൊക്കെ ഞങ്ങൾക്ക് എടുക്കാൻ അറിയും ചെയ്യും. അപ്പോൾ ഈ പണി വിഇഒ നിർത്തിയിട്ടില്ലെങ്കിൽ ഈ വിഷയത്തിലല്ലെങ്കിൽ അടുത്ത വിഷയത്തിലും ഇതേ പരിപാടി രാഷ്ട്രീയക്കാരെ കളിച്ചാണെങ്കിൽ വിഇഒ തീർച്ചയായിട്ടും പറയുന്നു അവിടെ ഇത്രയും പരിപാടികൾ കോട്ടപ്പാടം പഞ്ചായത്തിൽ ഉണ്ടാവും. അതിനാരെ സപ്പോർട്ടും വിഇഒക്ക് ഉണ്ടെങ്കിലും ശ്രദ്ധിച്ചോട്ടെ.
ആരും രാഷ്ട്രീയ പാർട്ടിക്കാർ പരമാവധി ഉണ്ടാവുള്ളൂ, വി ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ എന്ന് വിയോനോട് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തണം. അതേസമയം ഇവരുടെ ഗഡു നൽകുന്ന കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുകയാണെന്നും താൻ പുതുതായി ചുമതലയേറ്റ ആളാണെന്നും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പ്രതിഷേധക്കാരെ അറിയിച്ചു. കേരള പ്രവാസി ലീഗ് പാലക്കാട് ജില്ലാ പ്രതിനിധി സമ്മേളനം നടത്തി. കേരളത്തിന്റെ സാമ്പത്തിക പുരോഗതി സാധ്യമായത് പ്രവാസികളുടെ അധ്വാനവും വിയർപ്പും മൂലമാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എൻ ഷംസുദ്ദീൻ MLA പറഞ്ഞു. അതിജീവന രാഷ്ട്രീയത്തിന്റെ 7 പതിറ്റാണ്ട് എന്ന പ്രമേയവുമായി സെപ്റ്റംബർ 25, 26, 27 തീയതികളിൽ പാലക്കാട് കോട്ടമൈതാനത്ത് നടക്കുന്ന മുസ്ലിം ലീഗ് സമ്മേളനത്തിന്റെ ഭാഗമായാണ് പോഷക സംഘടനയായ പ്രവാസി ലീഗ് പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ സാമ്പത്തിക ഉത്തേജനം സാധ്യമായത് പ്രവാസികളുടെ വിയർപ്പിലൂടെയാണെന്ന് എൻ ഷംസുദ്ദീൻ MLA പറഞ്ഞു. പ്രതിവർഷം 1 ലക്ഷം കോടി രൂപയാണ് പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്നത്. ഈ തുക കേരളത്തിന്റെ ബജറ്റിന്റെ 1/3 വരും. പ്രവാസികൾ നാട്ടിലേക്ക് അയച്ച പണം ഉപയോഗിച്ചാണ് കേരളം ഇന്ന് കാണുന്ന സമൃദ്ധിയിലേക്ക് വളർന്നത്. പ്രവാസികൾ അയക്കുന്ന പണം അവർ വീടുകളിൽ പൂട്ടിവെച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതിയെന്ന് ആലോചിക്കണമെന്നും എൻ ഷംസുദ്ദീൻ MLA പറഞ്ഞു. ഇവിടത്തേക്കാൾ സമ്പന്നമായ രീതിയിലാണ്. കാരണം വാർത്താ വിതരണ വിനിമയ സൗകര്യങ്ങൾ, സംവിധാനങ്ങളെല്ലാം വളരെ അധികം അഡ്വാൻസ്ഡ് ആയ ഒരു കാലഘട്ടമാണ്. എന്നാൽ ആ കാലഘട്ടം തൊട്ട് തന്നെ അവിടെ പാർട്ടി യോഗങ്ങൾ ചേരാനും പാർട്ടി ചരിത്രങ്ങൾ പഠിപ്പിക്കാനും ക്ലാസ് എടുക്കാനും അവിടെ നിന്ന് സമാഹരിക്കുന്ന പണം കൊണ്ട് നാട്ടിൽ പാർട്ടി പ്രവർത്തനത്തെ ശക്തിപ്പെടുത്താനും അതോടൊപ്പം തന്നെ റിലീഫ് പ്രവർത്തനങ്ങൾക്കും ഇവിടെ പാർട്ടി നടത്തുന്ന മറ്റ് പ്രവർത്തനങ്ങൾക്ക് എല്ലാവർക്കും ഊർജം പകരാനും ഒക്കെ പ്രവാസികളുണ്ടായി. അങ്ങനെ 10, 20, 30 കൊല്ലക്കാലം, ചിലർ അതിന് വേറെ കാലം 50 വർഷം പൂർത്തിയാക്കുന്ന പ്രവാസികളെയൊക്കെ നമുക്ക് കാണാം. അവർ നാട്ടിൽ വന്നപ്പോ അവർക്കൊരു സംഘടന വേണം, അവരുടെ കാര്യങ്ങൾ സംസാരിക്കാൻ, അവിടെയുള്ളവരുടെ കാര്യങ്ങൾ സംസാരിക്കാനും പ്രവർത്തിക്കാനും KMCC ഉണ്ട്. എന്നാൽ അവർ നാട്ടിൽ വന്നു നിൽക്കുന്ന ജീവിതത്തിന്റെ സിംഹഭാഗവും മണലാരണ്യത്തിൽ സമർപ്പിച്ചവർ ഇവിടെ വന്നപ്പോൾ അവർക്കൊരു പ്രസ്ഥാനം ഉണ്ടാവണം. അതാണ് പ്രവാസി ലീഗ്. ആ പ്രവാസി ലീഗ് നമുക്കറിയാം, പ്രവാസികൾക്കിടയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ലീഗിന്റെ രാഷ്ട്രീയ ആദർശങ്ങൾ നല്ല രീതിയിൽ പ്രചാരം ചെയ്യുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സംഘമായി ഇന്നത്തെ നമ്മുടെ പ്രവാസി ലീഗ് മാറി. നമുക്കറിയാം, ഈ നാട് രൂപപ്പെടുത്തിയതിൽ നിങ്ങളുടെ വിയർപ്പും അധ്വാനവും വളരെ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് KT കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പ്രവാസി ലീഗ് അംഗങ്ങൾക്കും കുടുംബങ്ങൾക്കും ഏർപ്പെടുത്തുന്ന ചികിത്സാ പ്രിവിലേജ് കാർഡ് പ്രഖ്യാപനം പ്രവാസി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഹനീഫ മുന്നൂർ നടത്തി. പ്രവാസി ലീഗ് സ്ഥാപക നേതാക്കളെ മരക്കാർ മാരായമംഗലം T സിദ്ദിഖ്, കല്ലടി ബക്കർ, C മുഹമ്മദ് ബഷീർ എന്നിവർ ആദരിച്ചു. ചടങ്ങിൽ CH സെന്ററിനുള്ള ഫണ്ട് കൈമാറി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം, പ്രവാസി ലീഗ് ദേശീയ കൺവീനർ MS അലവി, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കളത്തിൽ അബ്ദുള്ള, ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി TA സിദ്ദിഖ്, പ്രവാസി ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ തെക്കൻ, കല്ലടി അബൂബക്കർ, നഗരസഭാധ്യക്ഷൻ C മുഹമ്മദ് ബഷീർ, PA തങ്ങൾ, TA സലാം, പൊൻപാറ കോയക്കുട്ടി, KK അസീസ്, CP അലവി, PT മുഹമ്മദ്, MS നാസർ, റഫീഖ പാറക്കുട്ട് എന്നിവർ പ്രസംഗിച്ചു. വിദേശത്തു നിന്ന് തിരിച്ചു വരുന്നവരെ കൂടി നോർക്ക പ്രവാസി കെയർ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് കേരള പ്രവാസി ലീഗ് സംസ്ഥാന കമ്മിറ്റി. പ്രവാസി വോട്ടവകാശത്തിനായി നിയമസഭ ഒരിക്കൽ കൂടി ഇടപെടണമെന്നും നേതാക്കൾ മണ്ണാർക്കാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നോർക്ക പ്രവാസികൾക്കായി നടപ്പിലാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതി. ഈ പദ്ധതിയിൽ വിദേശത്തുള്ളവർക്കും കേരളത്തിന് പുറത്തുപോയ മലയാളികൾ, മറുനാടൻ മലയാളികൾക്ക് മാത്രമാണ് അംഗത്വവും ഇൻഷുറൻസ് പരിരക്ഷയും. എന്നാൽ വിദേശത്തു പോയി ഏറെക്കാലം തൊഴിൽ ചെയ്ത് തൊഴിൽ നഷ്ടപ്പെട്ടും മറ്റു കാരണത്താലും തിരിച്ചു വന്ന കേരളത്തിലെ മുൻ പ്രവാസികളുടെ സർക്കാർ കണക്ക് പ്രകാരം 14 ലക്ഷമാണ്. ഇവരെ തഴഞ്ഞെന്ന് മാത്രമല്ല, നിലവിൽ പോളിസിക്ക് അർഹതയുള്ളവരുടെ മാതാപിതാക്കളെയും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻഷുറൻസ് പരിരക്ഷ വേണ്ടത് തിരിച്ചു വന്ന പ്രവാസികൾക്കാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് തൊഴിൽ പെർമിറ്റിനൊപ്പം അതത് രാജ്യത്തെ ആരോഗ്യ ഇൻഷുറൻസ് കൂടി നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ജോലി ചെയ്യുന്നിടത്ത് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാൻ സൗകര്യങ്ങളുണ്ട്. ആയതിനാൽ കുടുംബത്തിന് വരുമാനമുണ്ടാകുന്നതോടൊപ്പം നാടിന്റെ വികസനത്തിൽ വലിയ പങ്കുവഹിക്കുകയും ചെയ്ത് മടങ്ങിയെത്ത പ്രവാസികളെ കൂടി നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണം. പുതുതായി ആരംഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയിൽ പോളിസിക്ക് ചിലവ് വരുന്ന തുക സർക്കാർ വഹിക്കണമെന്നും പ്രവാസി ലീഗ് ആവശ്യപ്പെട്ടു. പ്രവാസി വോട്ടവകാശം ഇന്നും കേന്ദ്ര സർക്കാരിന്റെ കോൾഡ് സ്റ്റോറേജിലാണ്. വിദേശ നാടുകളിൽ ഉപജീവന മാർഗം തേടിപ്പോയ പ്രവാസികൾ രാജ്യത്തിന്റെ പൗരന്മാരാണ്. അവർക്ക് തിരഞ്ഞെടുപ്പുകളിൽ ഭാഗമാക്കാൻ അവകാശമുണ്ട്. വരുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മുതൽ പ്രവാസികൾക്ക്
വോട്ടവകാശം ലഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നുണ്ടാകണമെന്നും നേതാക്കൾ പറഞ്ഞു. നിലവിൽ സർക്കാർ നടപ്പിലാക്കുന്ന പ്രവാസി നോർക്ക കെയർ പദ്ധതിയിൽ തിരിച്ചു വന്ന പ്രവാസികളെ ഉൾപ്പെടുത്തുക. 2, വിദേശങ്ങളിലും മറുനാടൻ മലയാളികൾക്കും നൽകുന്ന ആ ഇൻഷുറൻസ് പദ്ധതിയിൽ വിദേശത്ത് അവരുടെ രക്ഷിതാക്കളെ മാതാപിതാക്കളെ ഉൾപ്പെടുത്തുക. 3, പ്രവാസി കാർഡ് ഉള്ളവർക്ക് മാത്രമാണ് ഇൻഷുറൻസ് പരിരക്ഷ. അതുകൊണ്ട് തന്നെ തിരിച്ചു വന്ന പ്രവാസികൾക്ക് സൗജന്യമായി പ്രവാസി കാർഡ് നൽകാൻ നോർക്ക തയ്യാറാകുക. 4, ഇന്ത്യയിൽ മാത്രമുള്ള ആശുപത്രികളിൽ മാത്രമാണ് ഈ ആരോഗ്യ ചികിത്സക്കുള്ള സൗകര്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സൗകര്യം വിദേശ നാടുകളിലുള്ള പ്രത്യേകിച്ച് ഗൾഫ് കൺട്രികളിലുള്ള ആശുപത്രികൾ കൂടി ടൈപ്പ് നടത്തുക. ഈ 4 കാര്യങ്ങളാണ് ഗൾഫ് കൺട്രി തന്നെ തരംതിരിച്ച് പറഞ്ഞതല്ല. പക്ഷേ യൂറോപ്യൻ നാടുകളിലും അമേരിക്കൻ നാടുകളിലൊക്കെ ആളുകൾ ഇവിടെ നിന്ന് വ്യത്യസ്തങ്ങളാണ്. അവർക്ക് അവിടെ പോയാൽ പൗരത്വം വാങ്ങുന്ന സ്വഭാവത്തിലാണ് ഭൂരിഭാഗം ആളുകൾ. എന്നാൽ ഗൾഫ് നാട്ടിലെ ആളുകൾ പോയ പാസ്പോർട്ടുമായി അതേപോലെ തിരിച്ചു വരുന്നവരാണ്. അപ്പോൾ വിദേശത്തുള്ള പ്രവാസികൾ തന്നെ 2 തരം പൗരന്മാരായാണ് കണക്കാക്കപ്പെടുന്നത്. സർക്കാർ തന്നെ അത്തരത്തിലുള്ള അമേരിക്കയിലും യൂറോപ്പിലും ഫ്രാൻസിലും ഒക്കെയുള്ള അല്ലെങ്കിൽ UK ഒക്കെയുള്ള പ്രവാസികളോടാണ് സർക്കാരിന് കൂടുതൽ മമത. കാരണം അവരവർക്ക് പൗരത്വവും അവരുടെ സാമ്പത്തിക ശേഷി കണക്കാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ സർക്കാർ പരിഗണിക്കപ്പെടുമ്പോൾ നാടിനു വേണ്ടി ജീവിച്ച നാട്ടിൽ നിന്ന് തിരിച്ചു വന്നവരെ പരിഗണിക്കണം. പ്രവാസി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഹനീഫ മുന്നൂർ, ജനറൽ സെക്രട്ടറി KP ഇമ്പച്ചി മമ്മുഹാജി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KT കുഞ്ഞു മുഹമ്മദ്, ബഷീർ തക്കൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ക്വാറി മാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്ന ചെർപ്പളശ്ശേരി നഗരസഭാ ചെയർമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF ജനകീയ സദസ്സ് നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KKA അസീസ് ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ക്വാറി മാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്ന ചെർപ്പശ്ശേരി നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട UDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജനകീയ സദസ്സ് നടത്തിയത്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സദസ്സ് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KKA അസീസ് ഉദ്ഘാടനം ചെയ്തു. ഒരു കാര്യം നിങ്ങളുടെ സഖാക്കന്മാരെ നിങ്ങളോട് തുറന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് ഈ ഏർപ്പാടുണ്ടല്ലോ, ഇത് ഉപജീവന മാർഗമല്ല. സർക്കാരിനല്ലോ സാക്കി കമ്പനി നിർത്തി അല്ലേ? അങ്ങനെ തന്നെയാണ് ഓരോരുത്തരും. ഇവിടെ ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടേതായ ജോലിയുണ്ട്. ചിലർ കൃഷിക്കാരാണ്, ചിലർ കച്ചവടക്കാരാണ്, ചിലര് ഭൂമി കച്ചവടക്കാരാണ്, ചിലർ റിയൽ എസ്റ്റേറ്റ് നടത്തുന്നവരുണ്ട്. അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ അരി എത്ര എന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാരി എന്നാണോ മറുപടി പറയേണ്ടത്? കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അക്ബർ അലി, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KM ഇസാഖ്, UDF മുനിസിപ്പൽ ചെയർമാൻ CA ബക്കർ, PP വിനോദ് കുമാർ, P സുബീഷ്, NK നജീബ്, ബഷീർ ചെർപ്പശ്ശേരി എന്നിവരും UDF കൗൺസിലർമാരും പങ്കെടുത്ത് സംസാരിച്ചു. തുവ്വൂരിൽ വിവാദ കളിക്കളം പൊതുകളിക്കളമായി നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് ടൗണിൽ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. തറയ്ക്കൽ AUP സ്കൂൾ മാനേജ്മെന്റിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. തുവൂരിൽ JSC ക്ലബിന്റെ നിയന്ത്രണത്തിലായിരുന്ന പൊതു കളിസ്ഥലം ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് തറക്കൽ AUP സ്കൂൾ മാനേജ്മെന്റ് കൈവശപ്പെടുത്തി എന്നാണ് നാട്ടുകാരുടെ വാദം. പതിറ്റാണ്ടുകളായി പൊതു കളിക്കളമായിരുന്ന ഭൂമിയിൽ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് ചുറ്റുമതിൽ നിർമ്മാണം തുടങ്ങുകയും ചെയ്തു. കനത്ത പോലീസ് സംരക്ഷണയിൽ മതിൽ നിർമ്മിക്കാനുള്ള നീക്കത്തെ നാട്ടുകാർ തടയുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ അർദ്ധരാത്രിയിൽ ഗ്രൗണ്ടിൽ നിന്ന് മണ്ണ് ലോറിയിൽ കടത്തുന്നത് ദൃശ്യങ്ങൾ ഉൾപ്പെടെ നാട്ടുകാർ പുറത്തുവിടുകയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പോലീസ് സൗകര്യം ചെയ്തു കൊടുക്കുകയുമാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നു. കാലങ്ങളായി കളിക്കളമായി ഉപയോഗിച്ചിരുന്ന ഭൂമി പൊതു ഇടമായി ഉപയോഗിക്കണമെന്നും മാനേജ്മെന്റിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥ പോലീസ് സമീപനങ്ങൾക്കെതിരെയുമാണ് ജനകീയ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്.
പോലീസിനെയും സ്കൂൾ മാനേജ്മെന്റിനെയും രൂക്ഷമായി വിമർശിച്ചായിരുന്നു പ്രകടനം. അതേസമയം കോൺഗ്രസിലെ ഒരു പ്രതിനിധി പോലും പ്രകടനത്തിൽ പങ്കെടുക്കാതിരുന്നതും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. വൻ ജനപങ്കാളിത്തത്തോടെ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT ജസീന ഉദ്ഘാടനം ചെയ്തു. കളിക്കളം സംരക്ഷിക്കുന്നതിനായി ക്ലബിൻ്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തിന്റെ പൂർണ്ണ സഹകരണം ഉണ്ടാകുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഓരോ കാര്യങ്ങളും ഇവിടെ സ്വാഗത ഭാഷണത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. എങ്കിൽ പോലും 2007 വരെ പുറമ്പോക്ക് ഭൂമിയായിരുന്ന ഈ ഒരു ഭൂമി പിന്നീട് മറ്റുള്ള ആളുകളുടെ സ്വാധീനം വെച്ച് സ്വന്തമാക്കിയ, പിന്നീട് 2016 അവരെ നികുതി അടച്ചത്. എല്ലാ കാര്യങ്ങളും ഇവിടെ വിശദമായി പറഞ്ഞു. എങ്കിൽ പോലും എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഗ്രാമപഞ്ചായത്ത് ഇതിനു വേണ്ടിയിട്ട് നല്ല പോലെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇനിയും ഗ്രാമപഞ്ചായത്ത് നിങ്ങളോടൊപ്പം തന്നെ, നാട്ടുകാരോടൊപ്പം തന്നെ ഉണ്ടാവും. നമുക്കറിയാം, കൈണ്ടാക്കുന്ന രൂപത്തിലാണ് അവരുടെ പെരുമാറ്റവും. അതുപോലെ തന്നെ ആ ഗ്രൗണ്ടിന് പ്രൊട്ടക്ഷൻ വാള് മാത്രമല്ല, മറ്റുള്ള നിർമ്മാണ പ്രവർത്തനം കൂടി അവരവർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മുകൾക്ക് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എന്തായാലും പോലും പിന്നെ അതൊക്കെ അതിൽ പറയാത്ത കുറെ കാര്യങ്ങൾ അതിൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ എന്തായാലും ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മക്കളൊക്കെ പഠിക്കുന്ന സ്കൂളാണ്. നമ്മൾ ഇതുവരെ സ്കൂളിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളെ കുറിച്ചോ നമ്മൾ ആക്ഷേപിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് സ്കൂളും വേണം, അതുപോലെ തന്നെ ഗ്രൗണ്ടും വേണം. പക്ഷെ വേറൊരു കാര്യം നമുക്ക് പറയാം, ഈ നാട്ടുകാർ ഒറ്റക്കെട്ടായിട്ട് നിന്നെങ്കിൽ മാത്രമാണ് നമുക്ക് സ്കൂളിന്റെ നിലനിൽപ്പിന് നമുക്ക് കഴിയുകയുള്ളൂ. അപ്പൊ ആ ഒരു ചിന്ത എല്ലാ ആളുകളും മനസ്സിൽ സൂക്ഷിക്കുക. കളത്തിൽ കുഞ്ഞാപ്പു ഹാജി അധ്യക്ഷത വഹിച്ചു. PA മജീദ്, TA ജലീൽ, K സുബൈദ, NK നാസർ, അജ്മൽ കുക്കു, KB നിസാർ, TP സിദ്ദീഖ്, NK റസാഖ്, AP അൻസാർ, VP മിനി, TH ജലീൽ, ബാനു, കൊപ്പത്ത് ഷെരീഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തുവൂർ. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഭാരതീയ വിദ്യാനികേതൻ സ്കൂൾ സംസ്ഥാന ശാസ്ത്രമേളയിൽ കോട്ടയം ഓവറോൾ ചാമ്പ്യന്മാർ. പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിലാണ് ശാസ്ത്രമേള നടന്നത്. തിരുവനന്തപുരം 2ാം സ്ഥാനവും എറണാകുളം 3ാം സ്ഥാനവും നേടി. 2 ദിവസങ്ങളിലായാണ് പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിൽ വിദ്യാനികേതൻ സ്കൂൾ സംസ്ഥാന ശാസ്ത്രമേള നടന്നത്. കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ P. രവീന്ദ്രൻ ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം കൊണ്ട് ശാസ്ത്രം ഉത്സവമാക്കാൻ സാധിക്കണമെന്നും കലാമേളയും കായികമേളയും പോലെ ശാസ്ത്രമേളയും ഉത്സവാന്തരീക്ഷത്തിലാണ് നടത്തേണ്ടതെന്നും വൈസ് ചാൻസലർ P. രവീന്ദ്രൻ പറഞ്ഞു. വിദ്യാലയ സമിതി അധ്യക്ഷൻ പ്രൊഫസർ MV കിഷോർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന ഉപാധ്യക്ഷൻ RV ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വിശിഷ്ടാതിഥിയെ ശാസ്ത്രമേളയുടെ സംസ്ഥാന സംയോജകനായ ചന്ദ്രശേഖരൻ ഉപഹാരം നൽകി ആദരിച്ചു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന ഗണിതശാസ്ത്ര പ്രമുഖ രാമപ്രസാദ്, ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറി KM പ്രമോദ്, ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ അധ്യക്ഷൻ കേശവതരകൻ, സംസ്ഥാന പ്രചാർ പ്രമുഖ KV സജിത്ത്, ജില്ലാ സെക്രട്ടറി ജയപ്രകാശ് M, പ്രിൻസിപ്പൽ P. ഹരിദാസ്, മാനേജർ K. കൃഷ്ണകുമാർ, വൈസ് പ്രിൻസിപ്പൽ N. മഞ്ജുള തുടങ്ങിയവർ സംസാരിച്ചു. ശാസ്ത്ര ഗണിതശാസ്ത്ര വിഭാഗത്തിൽ ബാല, കിഷോർ, തരുണ വിഭാഗങ്ങളിലായി പേപ്പർ പ്രസന്റേഷൻ, കിസ്, പ്രവർത്തന മാതൃകകൾ തുടങ്ങിയവയിലാണ് മത്സരങ്ങൾ നടന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും 1000-ഓളം ശാസ്ത്ര പ്രതിഭകൾ മേളയിൽ പങ്കെടുത്തു. 232 പോയിന്റുമായി കോട്ടയം ജില്ലാ ശാസ്ത്രമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായി. 200 പോയിന്റോടെ തിരുവനന്തപുരം 2ാം സ്ഥാനവും 198 പോയിന്റോടെ എറണാകുളം 3ാം സ്ഥാനവും നേടി. ബാല UP വിഭാഗം കോട്ടയം 70, കോഴിക്കോട് 66, പാലക്കാട് 64 എന്നിങ്ങനെയാണ് പോയിന്റ് നില. കിഷോർ HS വിഭാഗത്തിൽ കണ്ണൂർ 83-ഉം എറണാകുളം 70-ഉം കോട്ടയം, തൃശൂർ ജില്ലകൾ 67 പോയിന്റ് വീതവും നേടി മുന്നിലെത്തി. തരുൺ HS വിഭാഗത്തിൽ കോട്ടയം 95-ഉം തിരുവനന്തപുരം 90-ഉം എറണാകുളം 67-ഉം പോയിന്റുകൾ കരസ്ഥമാക്കി. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന ശാസ്ത്രമേള സംയോജക് ചന്ദ്രശേഖരൻ മാസ്റ്റർ, സംസ്ഥാന ഉപാധ്യക്ഷൻ RV ജയകുമാർ, മലപ്പുറം ജില്ലാ അധ്യക്ഷൻ P. കേശവതരകൻ എന്നിവർ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. KPSTA സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്ക് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകി. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. KPSTA സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് K. അബ്ദുൾ മജീദ്, സെക്രട്ടറി PK അരവിന്ദൻ, ട്രഷറർ വട്ടപ്പാറ അനിൽ എന്നിവർ നയിക്കുന്ന വിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്കാണ് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകിയത്.
KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. അവിടെ ആയിരക്കണക്കിന് കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്ന തരത്തിൽ ആ പരിപാടി ഒരു സമ്പൂർണ്ണ പരാജയമായി മാറിയെങ്കിൽ ഈ കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക്, ഇവിടുത്തെ അയ്യപ്പ ഭക്തരടക്കമുള്ള വിശ്വാസികൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് തന്നെയാണ് അത് തെളിയിക്കുന്നത്. നിങ്ങളുടെ ഈ കാപട്യത്തിന് നിന്ന് തരാൻ യഥാർത്ഥ അയ്യപ്പ ഭക്തർ തയ്യാറല്ല എന്നുള്ളതാണ് അത് തെളിയിച്ചത്. എന്നിട്ട് എന്താ പറഞ്ഞ ഒഴിഞ്ഞു കിടക്കുന്ന കസേര മുഴുവൻ AI ആണ് അല്ലേ? ഈ നിലയിലുള്ള ന്യായീകരണമാണ്. അവിടെ AC-യുടെ തണുപ്പ് കൂടുതലായിരുന്നു, അതുകൊണ്ട് കുറെ ആളുകൾ വെയിൽ കൊള്ളാൻ വേണ്ടി പുറത്തിറങ്ങിയെന്നാണ് അല്ലേ? കേട്ടില്ലേ നിങ്ങള്? ന്യായീകരണം AK സെന്ററിൽ നിന്ന് കൊടുത്തിട്ട് ചാനൽ മുറികളിലൂടെ ചാനൽ അവതാരകർ പാടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ AC-യുടെ തണുപ്പ് കൂടുതലായിരുന്നു. സ്വാഗത സംഘം ചെയർമാനായ ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് B സുനിൽകുമാർ, സംസ്ഥാന സെക്രട്ടറിമാരായ P മനോജ്, ജോൺ പോസ്കോ, KBSDA ജില്ലാ പ്രസിഡന്റ് ഷാജി തെക്കേതിൽ, വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് MP സതീശ്, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് M രാധാകൃഷ്ണൻ, ഒറ്റപ്പാലം നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിര സമിതി അധ്യക്ഷ P മായ ടീച്ചർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ S നസീർ ഹുസൈൻ, PK ഹരിനാരായണൻ, K ശ്രീജേഷ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ മുഹമ്മദ് അലി നാലകത്ത്, P പ്രേമദാസ്, K ശിവപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. സംഗീതോത്സവം കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി 30ാമത് സംഗീതോത്സവത്തിനാണ് ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച അരങ്ങുണർന്നത്. കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണൻ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു. 30 വർഷം എന്തെത്തിയാലും അത് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ഈ ജെൻസി കുട്ടികൾ ഉള്ള ജെൻ ആൽഫയും ജെൻസിയൊക്കെ ഭരിക്കുന്ന ഈ കാലത്ത് 30 കൊല്ലം ഒരു കാര്യം എത്തുക എന്നുള്ളത് അത് എന്ത് തന്നെയായാലും ചെറുതല്ല, വളരെ വലുതാണ്. അപ്പം ആ നിലയ്ക്ക് 3 പതിറ്റാണ്ടായിട്ട് നല്ല സംഗീതം ഇവിടെ ഉള്ളവരെ കേൾപ്പിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ കേരളത്തിലുള്ളവർക്ക് നല്ല സംഗീതം കേൾക്കാൻ വേണ്ടിയിട്ട് ചെർപ്പുളശ്ശേരിയിലേക്ക് വരണം ഒന്ന് രാജാന്തേട്ടൻ സ്വാഗതത്തിൽ പറഞ്ഞ പോലെ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി എന്നുള്ളത് ചെറിയ കാര്യമല്ല. തീർച്ചയായിട്ടും അത് അഭിനന്ദിക്കാതെ നിവർത്തിയില്ലാത്ത കാര്യമാണ്. ചെർപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ അധ്യക്ഷനായി. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി, പാലക്കാട് ഫൈൻ ആർട്സ് സൊസൈറ്റി സെക്രട്ടറി PN സുബ്ബരാമൻ, മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി മെമ്പർ KT രാമചന്ദ്രൻ, പ്രീത, പ്രോഗ്രാം കോർഡിനേറ്റർ KB രാജാനന്ദ്, P കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സാകേതറാമിൻ്റെ കച്ചേരി അരങ്ങേറി. ചേർത്തല R ശിവകുമാർ വയലിനിലും AM ഹരിനാരായണൻ മൃദംഗത്തിലും ഉടുപ്പി ശ്രീകാന്ത് ഗഞ്ചിറയിലും പക്കമേളമൊരുക്കി. തുടർന്നുള്ള ദിവസങ്ങളിലും വൈകിട്ട് പ്രഗത്ഭരുടെ കച്ചേരി അരങ്ങേറും. പ്രധാന കച്ചേരിക്ക് മുമ്പായി സംഗീതരംഗത്തെ നവാഗതരുടേതുൾപ്പെടെ പ്രഥമ കച്ചേരിയും അരങ്ങേറും. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും ചേർന്ന് വിജ്ഞാന കേരളം തൊഴിൽ മേള പഞ്ചായത്ത് ട്രഷറി ഹാളിൽ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക ഉദ്ഘാടനം ചെയ്തു. 2 വർഷങ്ങളിലായിട്ട് നമ്മൾ നടത്താറുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ വന്ന എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആദ്യമായിട്ട് ആശംസിക്കുകയാണ്. നമ്മുടെ വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി എല്ലാവർക്കും തൊഴിൽ ലഭ്യമാക്കുക എന്ന പഞ്ചായത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെയൊക്കെ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ തൊഴിൽമേള സംഘടിപ്പിച്ചിട്ടുള്ളത്. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ T സൗമ്യ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ഹരിദാസൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജ, വാർഡ് മെമ്പർമാരായ MK ദ്വാരകാനാഥൻ, K കോയ, ലിനി, കമ്മ്യൂണിറ്റി അംബാസിഡർ സുനില, ജില്ലാ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ സജിത, CDS അക്കൗണ്ടന്റ് സുജിത എന്നിവർ സംസാരിച്ചു. 11 സ്ഥാപനങ്ങൾ തൊഴിൽമേളയിൽ പങ്കെടുത്തു. 126 ഉദ്യോഗാർത്ഥികളിൽ നിന്നായി 68 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. CDS അംഗങ്ങൾ, ബ്ലോക്ക് കോർഡിനേറ്റർമാർ എന്നിവർ പങ്കെടുത്തു. DYFI മണ്ണമ്പറ്റ മേഖലാ സമ്മേളനം മണ്ണമ്പറ്റ TTI കോളേജ് ഹാളിലെ പുഷ്പൻ നഗറിൽ നടന്നു. DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജിതിൻ രാജ് ഉദ്ഘാടനം ചെയ്തു.
നോക്കൂ, ഇന്ന് ഈ ലോക സമാധാന ദിനത്തിൽ നമ്മൾ ഈ സമ്മേളനം ചേരുമ്പോൾ ഞാനും നിങ്ങളുമെല്ലാം ചായ കുടിച്ച് ഇത്ര നല്ല സൗകര്യമുള്ള ഒരു ഹാളിൽ ഈ ലോകത്തെ ഓരോ സംഭവ വികാസങ്ങളെ സംബന്ധിച്ചുമെല്ലാം പരിശോധന നടത്താൻ വേണ്ടി, സംസാരിക്കുന്നതിന് വേണ്ടി, വ്യാകുലപ്പെടുന്നതിന് വേണ്ടി എല്ലാം ഒത്തുചേരുമ്പോൾ ഈ ലോകത്തെ കോടാനുകോടി മനുഷ്യർ, നിരാലംബരായ മനുഷ്യർ, സാമ്പത്തിക ആർത്തിയുടെ ഭാഗമായി, ലാഭക്കൊതിയുടെ ഭാഗമായി, യുദ്ധവെറിയുടെ ഭാഗമായി വംശഹത്യയ്ക്കും ആഭ്യന്തര യുദ്ധത്തിൽപ്പെട്ടും യുദ്ധങ്ങൾ സംഘടിപ്പിക്കുമൊക്കെ വലിയ രൂപത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു നിമിഷത്തിലാണ് നാം ഈ ലോക സമാധാന ദിനത്തിൽ സമ്മേളനം ചെയ്തത്. രാജേഷ്, അജിത്, വിദ്യ തുടങ്ങിയവരടങ്ങുന്ന പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി എസ് ബിനേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ഗോപകുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണം അവസാനിപ്പിക്കുക, പുളിനെല്ലിപ്പാലം പുനർനിർമ്മിക്കുക എന്നീ പ്രമേയങ്ങൾ മേഖലാ സമ്മേളനം അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അനിത, ബ്ലോക്ക് പ്രസിഡന്റ് കെ ഗോപി, ടി എൻ നീലകണ്ഠൻ, സി ഹരിദാസ്, സംഘാടക സമിതി ചെയർമാൻ MC വാസുദേവൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. മാർഗദർശക് മണ്ഡലിന്റെ നേതൃത്വത്തിൽ സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്രയുടെ ഭാഗമായുള്ള ശ്രീരാമ പാതുക രഥപ്രയാണത്തിന് ശ്രീകൃഷ്ണപുരത്ത് സ്വീകരണം നൽകി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. രാവിലെ കരിമ്പുഴ കോട്ടപ്പുറം തിരുവളയനാട് ക്ഷേത്രത്തിൽ സന്യാസിമാരെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. തുടർന്ന് മണ്ണമ്പറ്റ പൂഴിയപ്പറമ്പ് ക്ഷേത്രം, കടമ്പഴിപ്പുറം മേലേത്തൃക്കോവിൽ ശ്രീരാമസ്വാമി ക്ഷേത്രം, ശ്രീകൃഷ്ണപുരം ശരവണഭവമഠം, 3 മണിക്ക് പുഞ്ചപ്പാടം കോടർമണ്ണ മഹാവിഷ്ണു ക്ഷേത്രം, പൂക്കോട്ടുകാവ് കാളിക്കാവ് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ സ്വീകരണവും നൽകി. 11ലധികം ക്ഷേത്രങ്ങളിൽ എത്തിച്ചേർന്ന പാതുക പ്രയാണത്തിന് വൻ ഭക്തജന സാന്നിധ്യവും പൗരസ്വീകരണവും ഉണ്ടായി. സന്യാസിമാരുടെ നേതൃത്വത്തിൽ അനുഗ്രഹ പ്രഭാഷണവും നടന്നു. വൈകിട്ട് യാത്രയുടെ സമാപനം പരിയാനംപറ്റ ക്ഷേത്ര പരിസരത്ത് സർഗമണ്ഡപത്തിൽ നടന്നു. സമാപന പരിപാടിയുടെ ഉദ്ഘാടനം മഞ്ഞപ്ര രാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി പൂർണ്ണാനന്ദ തീർത്ഥപാദർ നിർവഹിച്ചു. മുസ്ലിം പെരുമാറിയാൽ അവർക്ക് ഇഷ്ടമാവുമോ? അപ്പോൾ ഇന്ത്യയിലെ, വിശേഷിച്ച് കേരളത്തിലെ ഇതര മതസ്ഥർ പോലും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നത് എവിടെയാ? ഇവിടെ സംസ്കാരമാണ്. അപ്പോൾ നമുക്ക് ഈ ലോകത്തിൻ്റെ മുൻപിൽ വെക്കാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. എന്താ അറിയോ? ഇന്ത്യ ലോകത്തിൻ്റെ ഗുരുവാണ്. ഇന്ത്യ ആരാണ്? ലോകത്തിൻ്റെ. അതെന്താ ധൈര്യമില്ലാണ്ട് പറയണത്? ഉറക്കെ പറയൂ. കൃഷ്ണ, ആ പറയാനുള്ളൊരു കോൺഫിഡൻസ് പോലും നമുക്കില്ല എന്ന് പറഞ്ഞാൽ, അതിനുള്ളൊരു ബലം പോലും, മനോബലം പോലും നമുക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ നമ്മൾ നേതൃസ്ഥാനത്തേക്ക് വരും? മണ്ണമ്പറ്റ നിത്യാനന്ദാശ്രമ മഠാധിപതി മാതാ സത്യപ്രിയാനന്ദ സരസ്വതി, സ്വാമി കൃഷ്ണാനന്ദ, VK അപ്പുക്കുട്ടി, കലാമണ്ഡലം രാമൻകുട്ടി, ശ്രീരാമനുണ്ണി, പരിയാനംപറ്റ സാംസ്കാരിക വേദി ഭാരവാഹികൾ, ധർമ്മ സന്ദേശയാത്ര ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ശ്രീകൃഷ്ണപുരം വലമ്പിലിമംഗലം മൂർത്തിയെടത്തുമന ശങ്കരൻ നമ്പൂതിരിയുടെ ജൈവ കൃഷിരീതി കണ്ടറിയാൻ ജർമ്മനിയിൽ നിന്ന് ജൂലി ഫോർട്ടിനെത്തി. ജർമ്മനിയിലെ ഹോഹൻഹെയിം സർവകലാശാലയിലെ PhD വിദ്യാർത്ഥിയാണ് ജൂലി ഫോർട്ടിൻ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങളെ ജൈവ കൃഷിരീതികൾ എങ്ങനെയാണ് ലഘൂകരിക്കുന്നതെന്നും അതിൽ ജൈവ കർഷകർക്കുള്ള പങ്ക് എന്തെന്നുമുള്ള വിഷയത്തിൽ നടത്തുന്ന പഠനത്തിന്റെ ഭാഗമായാണ് അവർ കേരളം സന്ദർശിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങളെ ജൈവ കൃഷിരീതികൾ എങ്ങനെയാണ് ലഘൂകരിക്കുന്നതെന്നും അതിൽ ജൈവ കർഷകർക്കുള്ള പങ്ക് എന്ത് എന്ന വിഷയത്തിൽ നടത്തുന്ന പഠനത്തിന്റെ ഭാഗമായാണ് ജർമ്മനിയിൽ നിന്നുള്ള ജൂലി ഫോർട്ടിൻ കേരളം സന്ദർശിക്കുന്നത്. കേരള കാർഷിക സർവകലാശാല, കാനഡയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ, ജർമ്മനിയിലെ ഹോഹൻഹൈം യൂണിവേഴ്സിറ്റി എന്നിവ ചേർന്നാണ് പഠനം നടത്തുന്നത്. ഈ പ്രൊജക്റ്റിൽ പ്രവർത്തിക്കുന്ന കാനഡയിൽ നിന്നുള്ള ഒരു പഠന സംഘം കഴിഞ്ഞ വർഷം ശങ്കരൻ നമ്പൂതിരിയുടെ കൃഷിയിടം സന്ദർശിച്ചിരുന്നു. ഹോഹൻഹൈം നടത്തുന്ന ബ്രൈറ്റ് സ്പോട്സ് ഇൻ അഗ്രികൾച്ചറൽ സിസ്റ്റംസ് എന്ന പ്രൊജക്റ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മലയാളിയായ ഹസീന കാദിരിയും ഒപ്പമുണ്ടായിരുന്നു. വിജയകരമായ സംസ്ഥിര ഭക്ഷ്യ കൃഷി സമ്പ്രദായങ്ങളെ അടയാളപ്പെടുത്തുന്ന ബ്രൈറ്റ് സ്പോട്ടുകൾ കണ്ടെത്തുകയും വിശകലനം ചെയ്യുകയുമാണ് ഈ പഠനത്തിൻ്റെ ലക്ഷ്യം. മാവുകളുടെ അപൂർവ ശേഖരം, പശുക്കൾ, വൈവിധ്യമാർന്ന കൃഷികൾ തുടങ്ങിയവ കണ്ടറിഞ്ഞു. സൂര്യപ്രകാശത്തെ പരമാവധി പ്രയോജനപ്പെടുത്തി വിളവൈവിധ്യ സമ്പന്നമായ ശങ്കരൻ നമ്പൂതിരിയുടെ കൃഷിയിടം അഗ്രോ ഇക്കോളജി എന്ന ആശയത്തെ പ്രായോഗികമാക്കിയിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു. So we are researchers from the University of Hohenheim, and we're part of a project called the Bright Spots of Sustainable Food Systems.
And what we're doing is trying to find places, examples within India and within Mexico that are already performing sustainably and seeing what we can learn from them. So it was really amazing to get to be here today and learn so much about all of the fantastic things that are happening in this place. I would really argue that this is a bright spot. And there's so much that we can learn from people who've been doing this for decades and understand the system is a holistic system and needs to be looked at it as such. And we need to not only focus on yields, but we also need to focus on the whole part of the system and how everything works together. തോന്നിയത് നമ്മുടെ ബേസിക് സെൻസസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നുള്ളതാണ്. കാരണം പലതും ഞാൻ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതാണ്. പക്ഷേ അതിൽ പഠിക്കാത്ത കാര്യങ്ങൾ ഈ ഫീൽഡിൽ കാണുകയും അതും ബേസിക് സെൻസസ് ഉപയോഗിച്ചിട്ടെന്ന് പറഞ്ഞപ്പം അത് ഭയങ്കര ഇമ്പ്രസീവായി തോന്നി. സോ ജൂലി പറഞ്ഞ പോലെ ഇത് ശരിക്കും ഒരു ബ്രൈറ്റ് സ്പോട്ട് ആയിട്ട് തന്നെ കണ്ടെത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ നമ്മളിപ്പോൾ ഡിസ്ട്രിക്ട് ലെവലാണ്. പക്ഷേ ഈ പ്രൊജക്റ്റിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഫാം ലെവലിൽ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം മേ ബി അടുത്ത തവണ വരുമ്പോൾ ചിലപ്പോൾ ഈ ഫാം ഒരു ബ്രൈറ്റ് സ്പോട്ട്സായി മാറിയിട്ടുണ്ടാവും. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന മണ്ണാർക്കാട് ശിവൻകുന്ന് സ്വദേശി അശ്വിൻ കൃഷ്ണയ്ക്കായി ശിവൻകുന്ന് അശ്വിൻ കൃഷ്ണ സഹായ സമിതി രൂപീകരിച്ച തുക കൈമാറി. 26 ലക്ഷത്തോളം രൂപയാണ് സമിതി സ്വരൂപിച്ചത്. 25,88,815 രൂപയാണ് സഹായ സമിതിയിലൂടെ സ്വരൂപിച്ചത്. അശ്വിന്റെ മാതാപിതാക്കളെ കൂടി ചേർത്ത് 5 ബാങ്കുകളിൽ അക്കൗണ്ട് ആരംഭിച്ചിരുന്നു. അശ്വിൻ പഠിച്ച പൊറ്റശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കാഞ്ഞിരപ്പുഴ ഫൊറോന പള്ളി വികാരി ബൈജു കന്നിങ്കൽ, KSCB ജീവനക്കാരൻ രമേശ് എന്നിവരുടെ ഇടപെടലുകൾ ആദരവോടെയാണ് സമിതി നോക്കിക്കാണുന്നതെന്ന് സഹായ സമിതി ചെയർമാൻ TR സെബാസ്റ്റ്യൻ പറഞ്ഞു. വിവിധ മണ്ണാർക്കാട് താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലെ ആളുകളുമൊക്കെ സഹകരിച്ചുകൊണ്ട് ചികിത്സയിലേക്ക് സഹായം അഭ്യർത്ഥിക്കുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 25,88,181 രൂപ 815 രൂപ പിരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകം തന്നെ 6 ലക്ഷം രൂപ ചികിത്സയുടെ ആവശ്യത്തിന് വേണ്ടി കുട്ടിയുടെ പിതാവ് ശിവകുമാർ എന്ന കണ്ണൻ്റെ പേരിലേക്ക് ബാങ്ക് അക്കൗണ്ട് വഴി അതുപോലെ തന്നെ ക്യാഷായും നൽകുകയും ചെയ്തിട്ടുണ്ട്. കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളോടെല്ലാം നല്ല രൂപത്തിൽ സഹകരിച്ച എല്ലാവരോടും, പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരായ ജസിയും ബിജുവും ഉൾപ്പെടെയുള്ള ആളുകൾ, മലയാള മനോരമ പത്രം ഉൾപ്പെടെയുള്ള പത്രമാധ്യമങ്ങളെല്ലാം ഞങ്ങളോട് നല്ല രൂപത്തിൽ സഹകരിച്ചിട്ടുണ്ട്. മറ്റ് നിരവധി പ്രവർത്തനങ്ങളിൽ പലരും സഹായിച്ചിട്ടുണ്ട്. ആദ്യഘട്ട ചികിത്സാ സഹായത്തിലേക്ക് സഹായം നൽകിയ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നതായി കൺവീനർ K. കൃഷ്ണകുമാർ പറഞ്ഞു. ഈ നാട്ടിലെ ജനങ്ങൾ ഒത്തുകൂടി നിറമനസ്സോടെ സഹകരിച്ച് നമ്മുടെ അശ്വിൻ കൃഷ്ണ ചികിത്സാ ധനസഹായ നിധിയുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ ആദ്യഘട്ടത്തിലെ ആവശ്യമായ സംഖ്യ സ്വരൂപിക്കാൻ സഹായിച്ച എല്ലാ നല്ലവരായ നാട്ടുകാരോടും ഈ സമിതിയുടെ പേരിൽ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, തുടർന്നും ഈ കുട്ടിക്ക് ആവശ്യമായ ചികിത്സ നൽകേണ്ടതിലേക്ക് ഒരു തുക ആവശ്യമായി വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ആദ്യഘട്ടം എന്ന നിലയിലുള്ള ഈ പ്രവർത്തനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി രണ്ടാം ഘട്ടം ഞങ്ങൾ നിങ്ങളെ സമീപിക്കുമ്പോൾ ഇതേ തുറന്ന മനസ്സോടുകൂടി ഈ കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായ എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നതിനോട് അമ്പലപ്പാറ കടമ്പൂരിൽ നടന്ന ജില്ലാ സീനിയർ പുരുഷ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ഡിഫൻഡേഴ്സ് കഞ്ചിക്കോട് ജേതാക്കളായി. 7 സ്റ്റാർ അട്ടപ്പാടി 2ാം സ്ഥാനം നേടി. ഇരുപത് പുരുഷ ടീമും 10 വനിതാ ടീമുമാണ് മത്സരിച്ചത്.
പാലക്കാട് സ്പോർട്സ് കൗൺസിലും ജില്ലാ കബഡി ടെക്നിക്കൽ കമ്മിറ്റിയും കടമ്പൂർ യുവരശ്മി ക്ലബ്ബും കടമ്പൂർ കബഡി കൂട്ടായ്മയും ചേർന്നാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിനുള്ള പുരുഷ വനിതാ ടീമിനെയും തിരഞ്ഞെടുക്കും. കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന മത്സരങ്ങൾ കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ് അധ്യക്ഷയായി. കടമ്പൂർ വാർഡംഗം എ വിജിത, ജില്ലാ കബഡി ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ കെ പ്രേമൻ, കടമ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ കെ സുരേഷ് കുമാർ, ബിജു വർഗീസ്, പി ഹരിദാസൻ, പി ഭാസ്കരൻ, യുവരശ്മി ക്ലബ്ബ് പ്രസിഡന്റ് എ സുധീർ, സെക്രട്ടറി എ ഹരിദാസ്, കബഡി കൂട്ടായ്മ കൺവീനർ പി സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിജയികൾക്കുള്ള സമ്മാന വിതരണം ഷൊർണൂർ DYSP ആർ മനോജ് കുമാർ നിർവഹിക്കും. തമിഴ് ഗായകൻ പടയപ്പ നയിച്ച കരോക്കെ ഗാനമേളയും ഉണ്ടായി. ിലെ ഏലംകുളം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. വടംവലി മത്സരവും കബഡി മത്സരവും ആദ്യ ദിവസം നടന്നു. യുവജനങ്ങളുടെ കലാ കായിക സാഹിത്യശേഷി പരിപോഷിപ്പിക്കുന്നതിന് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ചു വരുന്ന കേരളോത്സവത്തിന് ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. പാറക്കൽമുക്ക് GLP സ്കൂൾ ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ തുടങ്ങിയത്. കബഡി മത്സരവും വടംവലി മത്സരവും ആദ്യ ദിവസം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുധീർ ബാബു മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിരസമിതി ചെയർമാൻ MR മനോജ് അധ്യക്ഷത വഹിച്ചു. ഷബീബ് ആലഞ്ചേരി പങ്കെടുത്തു. ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, കായിക മത്സരങ്ങൾ, ബാഡ്മിന്റൺ, വോളിബോൾ, കലാമത്സരങ്ങൾ എന്നിവ വരും ദിവസങ്ങളിൽ നടക്കും. മലപ്പുറം ജില്ലാ സാംബോ ചാമ്പ്യൻഷിപ്പിൽ പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജ് സെൻട്രൽ സ്കൂൾ ഓവറോൾ ചാമ്പ്യൻ. പെരിന്തൽമണ്ണ സാക്രഡ് ഹാർട്ട് സ്കൂളിലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. നജീബ് കാന്തപുരം MLA ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. മൂന്നാമത് മലപ്പുറം ജില്ലാ സാംബോ ചാമ്പ്യൻഷിപ്പാണ് പെരിന്തൽമണ്ണ സാക്രഡ് ഹാർട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്നത്. സ്പോർട്സ് സാംബോ, കോമ്പാക്ട് സാംബോ എന്നിവയിൽ വ്യക്തിഗത ഇനങ്ങളിലായി ജില്ലാ സാംബോ ചാമ്പ്യൻഷിപ്പിൽ മത്സരങ്ങൾ നടന്നു. റഷ്യൻ ആയോധന കലയുടെ മൂന്നാമത് ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നായി 30 സ്കൂളുകളിലെ 400ഓളം കായിക താരങ്ങൾ പങ്കെടുത്തു. ചാമ്പ്യൻഷിപ്പ് MLA നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ പ്രധാനാധ്യാപകർ, മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ചാമ്പ്യൻഷിപ്പിൽ 97 പോയിന്റുമായി പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജ് സെൻട്രൽ സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. 91 പോയിന്റുമായി വട്ടപ്പറമ്പ് അൽഹുദ ഇംഗ്ലീഷ് മീഡിയം 2ാം സ്ഥാനവും 85 പോയിന്റ് നേടി തിരൂർക്കാട് അൻവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സാക്രഡ് ഹാർട്ട് ഇംഗ്ലീഷ് മീഡിയം പ്രിൻസിപ്പൽ ഫാദർ ജീവൻ ജോസഫ് സമ്മാനദാനം നിർവഹിച്ചു. അടുത്ത മാസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന സംസ്ഥാന സാംബോ ചാമ്പ്യൻഷിപ്പിൽ ജില്ലാതല വിജയികൾ മത്സരിക്കും. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വാണിജ്യ വാർത്തകൾ. ആഘോഷ നിമിഷങ്ങൾ ആനന്ദകരമാക്കാനും വിശേഷ മുഹൂർത്തങ്ങളിൽ ഒരുമിച്ചിരിക്കാനുമായി ഒറ്റപ്പാലത്തെ ആദ്യ ഓപ്പൺ ഓഡിറ്റോറിയമായി GK ഗാർഡൻസ് ഓപ്പൺ ഓഡിറ്റോറിയം ഒറ്റപ്പാലം പിലാത്തറ LP സ്കൂളിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. സംവിധായകൻ ലാൽ ജോസ്, K പ്രേംകുമാർ MLA തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി. ഓപ്പൺ ഓഡിറ്റോറിയം തേടി ഇനി എങ്ങും അലയണ്ട. വിശേഷ മുഹൂർത്തങ്ങൾ അവിസ്മരണീയമാക്കാൻ
എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ഒറ്റപ്പാലത്തെ ആദ്യ ഓപ്പൺ ഓഡിറ്റോറിയമായ ഗ്രാൻഡ് കൈറാട്ട് ഗാർഡൻസ് ഓപ്പൺ ഓഡിറ്റോറിയം പിലാത്തറ LP സ്കൂളിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപന ഉടമ ശ്രീകുമാറിന്റെ മാതാവ് ഭദ്രദീപം കൊളുത്തി. സംവിധായകൻ ലാൽ ജോസ്, കെ പ്രേംകുമാർ MLA തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി. സമൂഹത്തോട് നാടിനോട് ഏറെ പ്രതിബദ്ധതയുള്ള ഒരാളായിട്ടാണ് കണ്ണൻ നിലകൊള്ളാറുള്ളത്. നാടിന്റെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിലുമെല്ലാം തന്റെ അകമഴിഞ്ഞ പിന്തുണയും സഹായവും നൽകാൻ ഈ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് ഉൾപ്പെടെ അദ്ദേഹം തയ്യാറായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് നല്ല ഒരു കയ്യടി കണ്ണനും കണ്ണന്റെ ഈ സ്ഥാപനത്തിനും കുടുംബാംഗങ്ങൾക്കും നൽകാം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പരമാവധി പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നൊരു പ്രായമാണ്. കുറച്ചൊക്കെ ഒരു വാർദ്ധക്യത്തിലേക്കൊക്കെ അടുക്കുമ്പോൾ മരണഭയമൊക്കെ വരുമ്പോഴാണ് ആൾക്കാർ തിരിച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്നത്. കാരണം ഈ മരിച്ചിനി മോളിൽ ചെല്ലുമ്പോൾ നീ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പടച്ചവൻ ചോദിക്കുമ്പോൾ പറയാനുള്ള മറുപടിക്ക് ഇങ്ങനെ എണ്ണം പിടിച്ച് പറയാനൊരു 10-4 കാര്യം ചെയ്യാൻ മരിക്കുന്നതിന് മുമ്പൊന്നും വാർദ്ധക്യമാകുമ്പോൾ ആൾക്കാർ വിചാരിച്ചു തുടങ്ങും. പക്ഷെ ചെറുപ്പത്തിൽ അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ അപൂർവമാണ്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T. ശശികുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. വാർഡ് മെമ്പർ T. ഗ്രീഷ്മ, ഒറ്റപ്പാലം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PN ബാലഗോപാൽ, റോയൽ ഗ്രൂപ്പ് ചെയർമാൻ PV ഹംസ, റോയൽ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ PV ഷഹീസ്, ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഗൗരി കൈറാട്ട്, മഹല്ല് ഖത്തീബ് റിയാസ് ബദരി, മാനേജിംഗ് ഡയറക്ടർ നവീൻ മാത്തുപറമ്പിൽ, മറ്റ് കുടുംബാംഗങ്ങൾ, വ്യാപാരി സുഹൃത്തുക്കൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. അതിവിശാലമായ ഓപ്പൺ ഓഡിറ്റോറിയമാണ് GK ഗാർഡൻസിന്റെ പ്രധാന സവിശേഷത. കല്യാണ ഫംഗ്ഷനുകൾ, റിസപ്ഷനുകൾ, നിക്കാഹ് ഫംഗ്ഷൻ, ഹൽദി ഫംഗ്ഷൻ, ബർത്ത്ഡേ പാർട്ടികൾ, ഗെറ്റ് ടുഗദർ പാർട്ടികൾ, ബിസിനസ് മീറ്റ്, എക്സിബിഷൻ എന്നിവയ്ക്ക് അനുയോജ്യമായ രീതിയിൽ എല്ലാ സജ്ജീകരണങ്ങളും GK ഗാർഡൻസിൽ ഒരുക്കിയിട്ടുണ്ട്. വലിയ ഡൈനിങ് ഏരിയ, ഫോട്ടോഷൂട്ടിനുള്ള സൗകര്യം, ഡ്രസ്സിംഗ് ആൻഡ് ഫീഡിംഗ് ഏരിയ, വിശാലമായ പാർക്കിംഗ് സൗകര്യം, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സെക്യൂരിറ്റി ക്യാമറ, വീൽചെയർ ഫെസിലിറ്റീസ് തുടങ്ങിയ സൗകര്യങ്ങളും GK ഗാർഡൻസിൽ ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി. രണ്ടായിരത്തി 24-25 വർഷത്തെ മികച്ച പ്രവർത്തനത്തിന് അരക്കുപറമ്പ് സർവീസ് സഹകരണ ബാങ്കിന് 3ാം തവണയും ദേശീയ പുരസ്കാരം. ബാങ്കിംഗ് ഫ്രോണ്ടിയേഴ്സ് ഏർപ്പെടുത്തിയ അവാർഡിനാണ് ബാങ്ക് അർഹമായത്. ചുരുങ്ങിയ കാലയളവിൽ മലപ്പുറം ജില്ലയിലെ പ്രമുഖ സഹകരണ ബാങ്ക് പട്ടികയിൽ വ്യക്തമായ ഒരിടം അരക്കുപറമ്പ് സർവീസ് സഹകരണ ബാങ്കിനും കണ്ടെത്താൻ കഴിഞ്ഞു. ജീവനക്കാർക്ക് ശാസ്ത്രീയമായ രീതിയിൽ പരിശീലനങ്ങൾ നൽകി വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൃത്യമായ ഡാറ്റ അനാലിസിസ് നടത്തി മാനവ വിഭവശേഷി വർദ്ധിപ്പിച്ച് ബാങ്കിന്റെ പ്രവർത്തനത്തിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ചതിനാണ് ഈ വർഷത്തെ അംഗീകാരം. ഗോവയിൽ നടന്ന ദേശീയ സഹകരണ ഉച്ചകോടിയിൽ IT ബാങ്ക് ഓഫ് ഇന്ത്യ മുൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ V. ബാബുവിൽ നിന്നും ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. ഇടപാടുകാർ, ജീവനക്കാർ, സഹകാരികൾ, ഭരണസമിതി അംഗങ്ങൾ എന്നിവരുടെ പൂർണ്ണ പിന്തുണ കൊണ്ടാണ് 3ാം തവണയും ബാങ്കിന് ദേശീയ അംഗീകാരം ലഭിച്ചതെന്ന് സെക്രട്ടറി അഷ്റഫ് പൊന്നേത്ത് പറഞ്ഞു. മുൻ വർഷങ്ങളിൽ തുടർച്ചയായി 2 പ്രാവശ്യം നമുക്ക് ദേശീയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ബെസ്റ്റ് IT ഹെഡിനുള്ള ദേശീയ അവാർഡ്, അതോടൊപ്പം തന്നെ ബെസ്റ്റ് NPA മാനേജ്മെൻറ്റിനുള്ള ദേശീയ അവാർഡ് ബാങ്കിന് ലഭിച്ചിരുന്നു. ഈ അവാർഡുകളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുള്ളത് ബാങ്കിൻ്റെ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും അതോടൊപ്പം നല്ലവരായ സഹകാരികളും ഇടപാടുകാരും ഒറ്റക്കെട്ടായും ബാങ്കിനോട് ആത്മാർത്ഥമായി സഹകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ നേട്ടങ്ങളെല്ലാം കൈവരിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. താഴെക്കൂട് ഗ്രാമപഞ്ചായത്തിലെ ചെറിയൊരു പ്രദേശത്തിന്റെ ഉന്നമനം ലക്ഷ്യമാക്കി 1953 പ്രവർത്തനമാരംഭിച്ച അരക്കുപറമ്പ് സർവീസ് സഹകരണ ബാങ്കിന് നിലവിൽ മലപ്പുറം ജില്ലയിലെ പ്രമുഖ സഹകരണ ബാങ്കായി മാറാൻ കഴിഞ്ഞു.
സാമ്പത്തിക ഇടപാടുകൾക്ക് പുറമെ നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും ബാങ്കിന് കീഴിൽ നടന്നുവരുന്നുണ്ട്. എല്ലാ റിസർവുകളും നിയമാനുസൃത റിസർവുകൾ വെച്ചിട്ടും അറ്റ ലാഭമായി 2,90,00,000 രൂപ ഉണ്ടാക്കിയിട്ടുണ്ട്. തുടർച്ചയായി ബാങ്ക് ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത്. മെമ്പർമാർക്ക് ലാഭവിഹിതം നൽകി വരുന്നുണ്ട്. പല വിധത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും ബാങ്ക് നടത്തുന്നുണ്ട്. കിഡ്നി സംബന്ധമായ രോഗികൾക്ക് മാസാമാസം ധനസഹായം നൽകുന്നുണ്ട്. സാമൂഹ്യ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ഒരു ധനസഹായം മാസാമാസം അവരുടെ അക്കൗണ്ടിലേക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മാരക രോഗം ബാധിച്ച ആളുകൾക്ക് ചികിത്സാ ധനസഹായം നൽകുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് ബാങ്കിന്റെ പൊതുനന്മ ഫണ്ട് ഉപയോഗിച്ച് ധനസഹായം നൽകി വരുന്നുണ്ട്. ബാങ്ക് എല്ലാ മേഖലയിലും സാമ്പത്തിക മേഖലയിലും സാമൂഹ്യ മേഖലയിലും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ഭരണസമിതിയും ജീവനക്കാരും അതുപോലെ നമ്മുടെ നാട്ടിലെ സഹകാരികളും എല്ലാവിധ പരിപൂർണ പിന്തുണയും നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ഒരു സ്ഥാപനത്തെ ഈ ഒരു രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്. ഭാവി പരിപാടിയായിട്ട് ബാങ്കിൻ്റെ അറ്റ ലാഭത്തിൽ നിന്നും മാറ്റിവെച്ച ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് മാട്രക്കലിൽ നമുക്ക് ഒരു ഓഡിറ്റോറിയം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ട് നമുക്ക് അവിടെ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ആ സ്ഥലത്തിൽ ഒരു ഓഡിറ്റോറിയം 17,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള ആധുനിക രീതിയിലുള്ള ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിനുള്ള എല്ലാവിധ അനുമതികളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡായി അരക്കുപറമ്പ്, കുറ്റിപ്പുളിയിലും പുത്തൂരിലും സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നുണ്ട്. പെരിന്തൽമണ്ണ ഉപജില്ലാ ശാസ്ത്രോത്സവം ഒക്ടോബർ 21, 22, 23 തീയതികളിലായി അമ്മിനിക്കാട് ആലിയ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ നടക്കും. സ്വാഗത സംഘ രൂപീകരണ യോഗം താഴേക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം റഹ്മത്ത് ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. പെരിന്തൽമണ്ണ AEO കുഞ്ഞിമൊയ്തു, പ്രിൻസിപ്പൽ യൂസഫ് മാസ്റ്റർ, വിവിധ ക്ലബ്ബ് സെക്രട്ടറിമാർ, സ്കൂൾ PTA പ്രസിഡന്റ് N അബ്ദുൾ റസാഖ്, HM ഫോറം സെക്രട്ടറി അസീസ് മാസ്റ്റർ, TP റഫീഖ് എന്നിവർ സംസാരിച്ചു. 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ചെർപ്പളശ്ശേരി നഗരസഭ സ്വച്ഛോത്സവ് ശുചിത്വ ക്യാമ്പയിന്റെ ഭാഗമായി CCST കോളേജ്, NSS വോളണ്ടിയർമാർ, നഗരസഭ ശുചീകരണ തൊഴിലാളികൾ എന്നിവർ ചേർന്ന് ചെർപ്പളശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ട് പരിസരം ശുചീകരണം നടത്തി. നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് ശുചിത്വ പ്രതിജ്ഞ ചൊല്ലി. പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സംഗീത, ജയപ്രകാശ്, CST കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ മണികണ്ഠൻ, ശുചിത്വ മിഷൻ യങ് പ്രൊഫഷണൽ നിഭ എന്നിവർ പങ്കെടുത്തു. ശുചീകരണ വാരവുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ 2 അവസാനിക്കുന്ന രീതിയിൽ സെപ്റ്റംബർ 17 തുടങ്ങി ഒക്ടോബർ 2 അവസാനിക്കുന്ന രീതിയിൽ വലിയൊരു ക്യാമ്പയിൻ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കേട്ട സ്വച്ഛ സർവേഷൻ, ഈ റാങ്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഇതൊക്കെ തന്നെ മാലിന്യമുക്തമാക്കുന്നതിനുള്ള ക്യാമ്പയിൻ കേരളത്തിലും മാലിന്യമുക്ത കേരളം ക്യാമ്പയിൻ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലത്ത് വ്യത്യസ്തമായി ഒരു ക്യാമ്പയിൻ തന്നെ നമ്മുടെ നാട് വളരെ വൃത്തിഹീനമായി നമ്മുടെ തെരുവുകളൊക്കെ കിടക്കുന്നത് നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് തന്നെ വലിയ ദോഷം ചെയ്യുന്നു. അഹമ്മദിയ മുസ്ലിം ജമായത്തിന്റെ ചാരിറ്റി സംഘടനയായ ഹ്യൂമാനിറ്റി ഫസ്റ്റിന്റെ 30ാം വാർഷികത്തോടനുബന്ധിച്ച് ഹ്യൂമാനിറ്റി ഫസ്റ്റ് പാലക്കാട് ചാപ്റ്ററും വനം വകുപ്പും സംയുക്തമായി പൊൻപാറ ആനമലയിൽ ക്ലീനിംഗ് അപ്പ് ഡ്രൈവ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. പൊൻപാറ മുതൽ ആനമല വരെയുള്ള 2 കിലോമീറ്ററോളം റോഡിന്റെ ഇരുവശവുമുള്ള പ്ലാസ്റ്റിക് വസ്തുക്കൾ നീക്കം ചെയ്തു. വഴിയിൽ തടസ്സം നിന്നിരുന്ന മരങ്ങളും മറ്റും വെട്ടിമാറ്റി. വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ അനീഷ്, ഹ്യൂമാനിറ്റി ഫസ്റ്റ് പാലക്കാട് ചാപ്റ്റർ ഇൻചാർജ് വസീം തയ്യിൽ, മിഷണറി നൌഷാദ് മുറിയക്കണ്ണി, അഹമ്മദിയ യുവജന സംഘടന കേരള ഇൻചാർജ് റിഷാദ് അഹമ്മദ്, പാലക്കാട് അഹമ്മദിയ യുവജന ഇൻചാർജ് ഡോക്ടർ ആതിഫ് അഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം തടസ്സമാവരുതെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. പ്രതിസന്ധികൾക്കിടയിലും വികസന രംഗത്ത് സംസ്ഥാനം മുന്നേറ്റമുണ്ടാക്കിയെന്നും സ്പീക്കർ. ഒറ്റപ്പാലത്ത് പട്ടാപ്പകൽ കവർച്ച. തമിഴ് കുടുംബത്തിന്റെ വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണവും 42,000 രൂപയും കവർന്നു. വീട്ടുകാർ പുറത്തുപോയ സമയത്താണ് മോഷണം. വിദേശത്തു നിന്ന് തിരിച്ചുവരുന്നവരെ കൂടി നോർക്ക പ്രവാസി കെയർ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് കേരള പ്രവാസി ലീഗ് സംസ്ഥാന കമ്മിറ്റി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രവാസികൾക്ക് വോട്ടവകാശത്തിനായി നിയമസഭ വീണ്ടും ഇടപെടണമെന്നും നേതാക്കൾ. കോട്ടോപ്പാടം പഞ്ചായത്തിലെ തിരുവിഴാംകുന്ന് കാപ്പുപറമ്പ് പ്രദേശത്തെ PMAY ഗുണഭോക്താക്കൾക്ക് 2ാം ഗഡു ലഭിച്ചില്ലെന്നാരോപിച്ച് പ്രതിഷേധം. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പഴയ വീട് പൊളിച്ചതിനാൽ ദുരിതത്തിലാണ് കഴിയുന്നതെന്ന് കുടുംബങ്ങൾ.
നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ സംഗീതോത്സവത്തിന് അരങ്ങുണർന്നു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.